പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി അൾത്താരയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കാണാം. ഇത് ആരാധനയുടെ നിമിഷമാണ്. ഇത് കർത്താവിൻ്റെ വലിയ കരുണ നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അലട്ടലുകളെ, അസ്വസ്ഥതകളെല്ലാം കർത്താവ് പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണ്. ഈശോ തൻ്റെ സ്നേഹത്തിൽ നമ്മയും ചേർത്ത് നിർത്തുന്ന സമയമാണ് ഈ ആരാധന നിമിഷം. ഈശോയോട് നമ്മുടെ വേദനകളെ, വിഷമങ്ങളെല്ലാം പറയാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാകാം. അവരെല്ലാം ചേർത്ത് നിർത്താം. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിലേക്കും കരുതലിലേക്കും നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നിത്യതയിൽ കരുതലോടെ കാത്തിരിക്കുന്ന ദൈവമാണ്. ഇത് കർത്താവിൻ്റെ കരുതലാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമായിരിക്കാൻ, അവസാനം വരെ അന്ത്യത്തോളം നമ്മോടൊപ്പമായിരിക്കാൻ അവൻ അപ്പത്തോളം ചെറുതായി. ഇത് ദൈവത്തിന് നമ്മളോടുള്ള കരുതലാണ്, സ്നേഹമാണ്. ഈശോയെ, ഈ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. സങ്കീർത്തനം 23:1 ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനമൊന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാവോ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയനായി മാറിയാൽ നമുക്ക് പിന്നെ ഒന്നിനും കുറവില്ല എന്നാണ് സങ്കീർത്തകനിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഇടയനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഭാഗികമായിട്ടോ ഏതാനും നിമിഷത്തോ ഒന്നുമല്ല, പൂർണ്ണമായൊരു സമർപ്പണമാണ് ഇവിടെ സങ്കീർത്തകൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ഇടയൻ, അതുകൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. സങ്കീർത്തനം 34:10 നാം വായിക്കുന്നുണ്ടല്ലോ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. സാധാരണ സിംഹത്തിന് ഇര പിടിക്കാൻ പോയാൽ അതിന് ഇര കിട്ടാതെ വിശന്ന് വലയേണ്ട ആവശ്യമൊന്നും വരില്ല. എന്നാൽ സിംഹക്കുട്ടികൾക്ക് അവ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് വചനം പറയുന്നത്. മക്കളെ, ഈ 3 മണി സമയത്ത്, കൃപയുടെ മണിക്കൂറിൽ, ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് കർത്താവിനെ അന്വേഷിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. നമ്മളെ ദൈവം വെറുകയോട് പറഞ്ഞയക്കില്ല. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ഈ കർത്താവിന് പറ്റും. നമ്മുടെ സങ്കടങ്ങളെ വിശുദ്ധീകരിക്കാൻ അവന് പറ്റും. നമ്മുടെ സഹനങ്ങളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കർത്താവിന് പറ്റും. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ഒരു വഴിയൊരുക്കാൻ സാധ്യമാകുന്ന, എല്ലാം സാധ്യമാക്കി തരുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവിനെ കാണാം. എന്നിട്ട് തമ്പുരാനെ, ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ, ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഞാനിന്ന് അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ. ഒരുപക്ഷേ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. എനിക്ക് അധികമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ, ഈശോ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലല്ലോ, ഈശോ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് പറ്റണില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന മക്കളുണ്ടോ? ഈശോയോട് പറ, നിങ്ങളുടെ വേദനകൾ ഈശോയോട് പങ്കുവയ്ക്കുക.
കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ളവരുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ, ഉലച്ചിലുകൾ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയവർ, സ്വപ്നം കണ്ടത് പ്രതീക്ഷിച്ചത് തകർന്നു പോയവർ ഒക്കെ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഈ മക്കളോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഈശോയെ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട്. പഠന മേഖലകളിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്. ചികിത്സിക്കാൻ പോലും സാമ്പത്തിക ശേഷിയില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ചില ചെക്കപ്പൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. വിശ്വാസത്തോടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നിന്നെ വിളിക്കുന്നവർക്ക്, നിന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല എന്ന് നീ പറഞ്ഞല്ലോ. ഈശോയെ, ഈ വചനം ഇപ്പോൾ ഈ മക്കളിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ കുറവുകളിലേക്കും ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവേ, നീ ഇടപെടണമേ. ഈശോയെ, നീ തൊടണമേ. കർത്താവെ, നീ ഏറ്റെടുക്കണമേ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ കുറവുകളിലേക്ക് ഈശോയെ വിളിക്ക്. നിങ്ങളുടെ വേദനകളിലേക്ക് ഈശോയെ വിളിക്ക്. നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് ഈശോയെ വിളിക്ക്. നിങ്ങളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് പരിഹാരമായി കർത്താവിനെ വിളിക്ക്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ്ലിഹ ഉറക്കം വിളിച്ചില്ലേ? പൗലോസ്ലിഹ പറഞ്ഞില്ലേ, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്? പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ പാപിയാണെന്ന്? യേശുവേ, എൻ്റെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ. എൻ്റെ കുടുംബത്തിൻ്റെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഈശോയെ, കടന്നുപോകുന്ന ഈ വിഷമസന്ധിയിലേക്ക്, ഈ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. ഒത്തിരി വേദനിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. യേശുവേ, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, കരുണ കാണിക്കണമേ. വൈകാരികമായി തകർന്നു നിൽക്കുന്ന മക്കളുണ്ട്. കർത്താവെ, ഒറ്റപ്പെട്ടു പോയവര്, മനസ്സിലാക്കപ്പെടാതെ പോയതിൻ്റെ ഭാരം പേറുന്നവര്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവര്, കളിയാക്കപ്പെട്ടതിൻ്റെ, പരിഹസിക്കപ്പെട്ടതിൻ്റെ, മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ ഭാരം കൊണ്ട് നടക്കുന്നവര് ഇതിനകത്തുണ്ട്. യേശുവേ, തൊടണമേ കർത്താവേ. ഈശോയെ, സ്പർശിക്കണമേ. ക്ഷമിക്കാൻ പറ്റാത്ത മക്കളെ നീ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ, യേശുവേ പോലും കരുണ ആമേൻ. ആരുമില്ല. യേശുവേ പോലെ യോഗ്യന ആരുമില്ല. ഈശോയെ, യേശുവേ ആരാധന, ആരാധന. ഹൃദയം തകർന്നിടുമ്പോൾ ഈശോയെ, യേശു സമീപസ്ഥൻ. കരങ്ങൾ കൂപ്പി ഈ അൽത്താരയുടെ മുമ്പിൽ നിങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നതോടൊപ്പം ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ ഓൺലൈനിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുണ്ട്. ഈശോയെ, ആ മക്കളുടെ വേദനകളെ ചേർത്ത് നിർത്തുന്നു. കർത്താവെ, നിൻ്റെ കരുണ യാചിക്കുന്നു ഞങ്ങൾ. കർത്താവെ, നിൻ്റെ കരുണ ഈ നിയോഗങ്ങളുടെ മേലെല്ലാം നീ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ഹല്ലേലൂയ. നന്ദി ദേവി സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞങ്ങളങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു ഈശോയെ അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ ഏറ്റുപറയുന്നു ഈശോയെ ആരാധന ആരാധന ആരാധന. നന്ദി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.